മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം കേരളത്തിലേക്കും. ലോൺ ആപ്പ് തട്ടിപ്പുകളിലൂടെ മലയാളികൾ തട്ടിയ കോടികളും മ്യൂൾ അക്കൗണ്ടിലേക്കായിരുന്നു എന്ന് മാറ്റിയത്. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ മാർച്ചിൽ EDയും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. സൈബർ തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കിയ CBI രാജ്യത്താകെ 8 ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ പൂട്ടിച്ചിരുന്നു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ കേരളത്തിലെ കണ്ണികൾക്കും പങ്കുണ്ടെന്ന സൂചനകളിലാണ് അന്വേഷണം സംസ്ഥാനത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത്. ED അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച 1650 കോടി രൂപയുടെ ലോൺ ആപ്പ് തട്ടിപ്പിൽ മലയാളികളായ സീദ് മുഹമ്മദ്, വർഗീസ് TJ എന്നിവരും പ്രതികളായിരുന്നു. ട്രേഡിംഗ് ആപ്പ് തന്നെ വ്യാജമായി നിർമ്മിച്ചായിരുന്നു നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയിരുന്നത്. ഓഹരി വിൽപ്പന ഇടപാടിന്റെ പേരിലും കേരളത്തിൽ തട്ടിപ്പ് നടന്നിരുന്നു. വിദ്യാർത്ഥികളുടെയും ദിവസവേതനക്കാരുടെയും എല്ലാം പേരിൽ മ്യൂൾ അക്കൗണ്ടുകളും തുറന്നിരുന്നു. സൈബർ സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ട കൂടുതൽ മലയാളികളെയും ഇവരുടെ കൂട്ടാളികളെയും കേന്ദ്രീകരിച്ചാണ് CBI അന്വേഷണം. സൈബർ ക്രൈം കേസുകളിൽ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലായി 42 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ CBI 8.5 ലക്ഷം മ്യൂൾ അക്കൗണ്ടുകൾ പൂട്ടിച്ചിരുന്നു. 700-ലധികം ബാങ്ക് ബ്രാഞ്ചുകളിലായി തുറന്ന മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പുകളിൽ ഇടനിലക്കാരും ഏജന്റുമാരും അക്കൗണ്ട് ഉടമകളും ബാങ്ക് ജീവനക്കാരും ഒരുപോലെ പങ്കാളികളായതായി CBI കണ്ടെത്തിയിരുന്നു. ജനം, കൊച്ചി.